ഇത് ഗുൽമാർഗിലെ ഫേസ് 1 കോങ്ഡൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്താണ്. ഇവിടെ നമ്മളെ സുഹൃത്തുക്കൾ കുതിരസവാരി കഴിഞ്ഞ് മടങ്ങി വരികയാണ്. ഏകദേശം 1 മണിക്കൂറോളം പിന്നെ യാത്ര കഴിഞ്ഞ് വന്നിക്കാണ്. ഇവിടെ ഇങ്ങനെ ഈ ഐസിലെ പരിസരത്തുമൊക്കെ ഒരു ഗവൺമെൻറ് ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയിൽ കൂടി നമുക്ക് കുതിരസവാരി ചെയ്യാം. അതിന് ഏകദേശം 250-300 രൂപ കൊടുത്താൽ മതി. പിന്നെ അതിൻ്റെ കുതിരനെ കൊണ്ടുപോകുന്ന ആളുകാരുണ്ട്, അവർക്കൊരു 100-150 രൂപ കൊടുക്കണം. ഇത് സമുദ്രനിരപ്പിൽ നിന്നും 2600 മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു ഭാഗം നിൽക്കുന്നത്. അപ്പം നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇറങ്ങുന്നുണ്ട്. ഒരാളുടെ സപ്പോർട്ട് വേണം ഇറങ്ങാനും കയറാനും. പ്രത്യേകിച്ചും തടിയുള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കയറാൻ. പക്ഷേ കയറി കിട്ടിക്കഴിഞ്ഞാൽ അതങ്ങനെ അങ്ങോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഇവരൊക്കെ കുതിരസവാരി കഴിഞ്ഞ് വന്നിട്ടുള്ളതാണ്. ഇവിടെ ഈ വർഷത്തെ ആദ്യത്തെ ഐസ് ഫാളിംഗ് ആണ്, സ്നോ ഫാളിംഗ് ആണ് ഇപ്പോൾ ഈ കണ്ടിട്ടുള്ളത്. ഇനി കുറച്ചുകൊണ്ട് ഡിസംബർ ജനുവരി ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ഒരു തരി കാണൂല. കംപ്ലീറ്റ് വെള്ള കളറിലായിരിക്കും ഈ ഭാഗം കംപ്ലീറ്റ് ഉണ്ടാകുക. ഒരു തുരി പച്ചപ്പ് ഇവിടെ കാണൂല. കംപ്ലീറ്റ് വൈറ്റ് കളറിലായിരിക്കും. അപ്പൊ നമ്മളെ ഗ്രൂപ്പ് കംപ്ലീറ്റ് കുതിരസവാരി ഗുൽമാർഗിൽ കഴിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ ഗുൽമാർഗിൽ വന്നാൽ എന്തായാലും ഒരു ചെറിയൊരു കുതിരസവാരി ചെയ്യാം. ഫേസ് 1 ഞാനിപ്പോൾ ഉള്ളത് ഗോണ്ടോല കേബിൾ കാറിലെ 1 ഫേസിലാണ്. ഈ ഒക്ടോബർ മാസത്തിലെ ഐസിന്റെ ഒരു ഭാഗം കാണാം. ഈ കാർ പോകുന്നതും വന്നതാണ് ഇപ്പൊ ഞാൻ കാണിച്ചത്. ഇതിന്റെ ബാക്കി കാഴ്ചകൾ കാണാം, ഐസുള്ള ഭാഗങ്ങൾ. ഇത് കണ്ടില്ലേ, ഇവിടെ നിന്നാണ് ഒന്നിൽ നിന്ന് മടങ്ങുന്നതാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, ഇവിടെയാണ് ഐസ് ഏരിയകൾ. ഐസ് വീണുകൊണ്ടിരിക്കുകയാണ്, ഫുള്ളായിട്ടില്ല. ഈ റൂഫ് മേലെ ഐസ് ഉണ്ടല്ലേ, അതാ